നമ്മുടെ ജീവിതം മനോഹരമായ ഒരു പൂന്തോട്ടം പോലെയാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അല്പം ശ്രദ്ധ കുറഞ്ഞാൽ അലങ്കാര പുല്ലുകൾക്കിടയിൽ മുത്തങ്ങാപ്പുല്ലുകൾ പടർന്നു കയറിയേക്കാം. പൂക്കളിൽ കീടങ്ങൾ ആക്രമിക്കും. ഈ മുത്തങ്ങാപ്പുല്ലിൻ്റെ കാര്യം പറയുമ്പോൾ എൻ്റെ നവസന്യാസ പരിശീലന കാലത്ത് കറുകുറ്റിയിൽ നൗഷീറ്റ് ഹൗസിൽ ഞങ്ങൾ പൂന്തോട്ടത്തിൽ പുല്ല് പറിച്ചുകൊണ്ടിരുന്നത് ഓർമ്മ വരുന്നുണ്ട്. എത്ര പറിച്ചിട്ടും തീരാത്ത മുത്തങ്ങാപ്പുല്ലുകൾ. ഞങ്ങളുടെ സഭയുടെ CMI സഭയുടെ ജനറൽ കൗൺസിലറായ ആൻ്റണി എളന്തോട്ടവച്ചൻ എന്നോട് പറഞ്ഞത് ഈ മുത്തങ്ങാപ്പുല്ല് അങ്ങനെ പറിച്ചാൽ തീരില്ല എന്നാണ്. അത് വെറുതെ പറിച്ചാൽ പോരാ, അതിൻ്റെ ചുവട് കിളച്ച് വേരുകളോടുകൂടി പറിക്കണം. അങ്ങനെ വേരുകളോടുകൂടി പറിച്ച് കളയാത്ത മുത്തങ്ങാപ്പുല്ല് വീണ്ടും വീണ്ടും സജീവമായി മറ്റു പുല്ലുകളുടെ മുകളിലേക്ക് വരും. ആത്മവിശുദ്ധീകരണത്തിനായുള്ള നമ്മുടെ പരിശ്രമങ്ങളിൽ ഇനിയും പരിശുദ്ധാത്മാവിൻ്റെ കൃപയൊഴുകേണ്ടതുണ്ട്. എത്ര പരിശ്രമിച്ചിട്ടും മാറ്റാൻ പറ്റാത്ത ചില ശീലങ്ങൾ ദുശീലങ്ങളായി നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ കാർന്നു തിന്നുന്നുണ്ട്. ഒരുപക്ഷെ കാവ്യാമൃതത്തിൻ്റെ ഈ എപ്പിസോഡിലെ ഗാനാലാപം ആത്മവിശുദ്ധീകരണത്തിന് നമ്മളെ സഹായിക്കുമെങ്കിൽ അത് ദൈവമഹത്വമായി മാറുകയാണ്. കാവ്യാമൃതത്തിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അറിവ് നേടുവാനുള്ള ആഗ്രഹം മനുഷ്യൻ്റെ ആത്യന്തികമായ ആഗ്രഹമാണ്. അറിവ് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് കുഞ്ഞുനാളിലെ മുതൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. അറിവ് നേടുമ്പോഴാണ് അജ്ഞതയുടെ ഇരുളിൽ നിന്നും പ്രകാശത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശാദ്വല തീരങ്ങളിലേക്ക് നമുക്ക് പറന്നു പോകുവാൻ പറ്റുക. അജ്ഞതയുടെ ഇരുളിലാണ്ട് കിടന്നിരുന്ന ഒരു ജനതയെ അറിവിലൂടെ വെളിച്ചത്തിലേക്ക് ദൈവമഹത്വത്തിലേക്ക് എത്തിക്കുവാൻ പരിശ്രമിച്ച പുണ്യപുരുഷനാണ് വിശുദ്ധ ചാവറപിതാവ്. 1846 മാന്നാനത്ത് എല്ലാ വിഭാഗങ്ങൾക്കും ജാതിഭേദമന്യേ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് പഠിക്കുന്നതിനുള്ള സംസ്കൃത സ്കൂൾ ആരംഭിച്ചതോടുകൂടിയാണ് അദ്ദേഹം ഈ വിദ്യാദാന ശുശ്രൂഷയ്ക്ക് തുടക്കം നൽകുക. വിശുദ്ധ ചാവറപിതാവിനെ അനുസ്മരിച്ചുകൊണ്ട് അക്കിത്തം നാരായണൻ നമ്പൂതിരി എഴുതി പ്രശസ്ത സംഗീത സംവിധായകനായ അർജുൻ മാഷ് ഈണമിട്ട് പ്രശസ്ത ഗായികയായ സെലിൻ പാടുന്ന മനോഹരമായ ഒരു ഗാനമുണ്ട്. വിദ്യയരുളുക തമ്പുരാനി, വിണ്ണിലിരുന്നിടും തമ്പുരാനി. ഈ ഒരു പ്രാർത്ഥന ഏതൊരു മതവിശ്വാസിക്കും പ്രാർത്ഥിച്ച് പാടാവുന്ന ഒരു പ്രാർത്ഥനയാണ്. വിദ്യാരംഭത്തിന് മുമ്പ് സ്കൂളുകളിൽ, നൂറുകണക്കിന് സ്കൂളുകളിൽ ഇപ്പോൾ ഈ ഗാനം ആലപിക്കുന്നുണ്ട്. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഒരു വിദ്യാർത്ഥിക്ക്, ഒരു വിദ്യ തേടുന്ന അർത്ഥിനിക്ക് സംഭവിക്കുന്ന എല്ലാ പാപങ്ങളിൽ നിന്നും മോചനം തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മനോഹരമായ ഈ ഗാനം നമുക്ക് കേൾക്കാം. ആത്മശുദ്ധി വിദ്യാദാനത്തിലൂടെ നമുക്ക് നേടാം.
വിശുദ്ധ ചാവറപിതാവിൻ്റെ പ്രാർത്ഥനാനുഭവം, ആധ്യാത്മിക ദർശനം, അത് ഇന്ന് അദ്ദേഹത്തിൻ്റെ വഴികൾ തേടുന്ന ആയിരങ്ങൾക്ക് വലിയ പ്രത്യാശ നൽകുകയാണ്. വിശുദ്ധ ചാവറപിതാവ് ദൈവത്തെ അപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ആബാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു. പിതാവായ ദൈവം തൻ്റെ സ്വന്തം പിതാവാണ് എന്ന്, താൻ ദൈവപിതാവിൻ്റെ പുത്രനാണ് എന്ന് ചാവറപിതാവ് ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിലാണ് അവിടുന്ന് ആശ്വാസം കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ദൈവ തിരുമനസ് നടക്കും നടത്തും എന്നവിടുന്ന് പറഞ്ഞത്. ഒട്ടനവധി കവിതകൾ, വലിയ കാവ്യഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതി. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ ആത്മാനുതാപവും ധ്യാനസല്ലാപവും വളരെ ആത്മീയമായ പ്രഭ ചൊരിയുന്ന വചന സുഹൃതങ്ങളാണ്. ചാവറപിതാവിൻ്റെ ആത്മാനുതാപത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ദർശനങ്ങളും നീ തന്നെ നൽകുന്നതാണ്. എനിക്ക് ഭക്ഷണവും പാനീയവും എല്ലാം ദൈവമേ അങ്ങാണ്, അങ്ങയുടെ വചനങ്ങളാണ്. പരമോന്നത സുത എന്ന് തുടങ്ങുന്ന മനോഹരമായ വരികൾ വിശുദ്ധ ചാവറപിതാവ് എഴുതുമ്പോൾ സംസ്കൃത ഭാഷയുടെ വലിയ സ്വാധീനം ആ വരികളിലുണ്ട്. സംസ്കൃത പണ്ഡിതനായിരുന്ന വിശുദ്ധ പിതാവ് ഭാരതീയമായ ആ പൈതൃക ശ്രുതിയുടെ താളലയങ്ങളോടുകൂടിയാണ് ഈ വരികൾ എഴുതിയത്. പ്രശസ്തനായ സംഗീത സംവിധായകൻ അർജുൻ മാഷ് വളരെ മനോഹരമായി ഈണമിട്ട ഈ ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്നത് പ്രശസ്ത പിന്നണി ഗായകൻ വിൽസൺ പിറമം. പരമോന്നത സുതാ കരുണാനിധേ നാഥ വരനാം പിതൃസമാ കൂടസ്ഥ സമസ്തേശ പരമോന്നത സുതാ കരുണാനിധേ നാഥ വരനാം പിതൃസമാ കൂടസ്ഥ സമസ്തേശ പരമോന്നത സുതാ കരുണാനിധേ നാഥ വരനാം പിതൃസമാ കൂടസ്ഥ സമസ്തേശ നരവംശത്തിൻ രാജാ ദാവീദിൻ സുതനാഥ പരരക്ഷയെ ചെയ്യാൻ നീ എന്നെ മറ്റാരുണ്ട് പരമോന്നത സുതാ കരുണാനിധേ നാഥ വരനാം പിതൃസമാ കൂടസ്ഥ സമസ്തേശ പിതാവു നീ ഭാഗ്യവും എനിക്കു നീ മംഗളം നീ എന്നിയേ മറ്റെന്തു ഗുണം നാഥ മാമക പിതാവു നീ ഭാഗ്യവും എനിക്കു നീ മംഗളം നീ എന്നിയേ മറ്റെന്തു ഗുണം നാഥ എന്നോടെ സ്നേഹം നീയേ നന്മയും എനിക്കു നീ നിന്നിലല്ലാതെ ഞാനും എങ്ങനെ ജീവിക്കുന്നു പരമോന്നത സുതാ കരുണാനിധേ നാഥ
വരനാം പിതൃസമാ കൂടസ്ഥ സമസ്തേശ. ശ്വാസവുമെനിക്കു നീ, ഭക്ഷണപാനീയം നീ, ആശ്വാസം നിന്നിലല്ലാതെവിടെ വയ്ക്കും നാഥ. ശ്വാസവുമെനിക്കു നീ, ഭക്ഷണപാനീയം നീ, ആശ്വാസം നിന്നിലല്ലാതെവിടെ വയ്ക്കും നാഥ. അനാദ്യ ഗുണനിധേ സർവേശ പരാപരാ ആനന്ദ ഗുണന്വിതാ സർവമംഗളദേവാ പരമോന്നത സുത കരുണാനിധേ നാഥ വരനാം പിതൃസമാ കൂടസ്ഥ സമസ്തേശ. നരവംശത്തിൻ രാജാ ദാവീദിൻ സുതനാഥ പരരക്ഷയെ ചെയ്യാൻ നീ എന്നെ മറ്റാരുണ്ട്. പരമോന്നത സുത കരുണാനിധേ നാഥ വരനാം പിതൃസമാ കൂടസ്ഥ സമസ്തേശ. നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു മുഖം നമ്മുടെ അമ്മമാരുടേത് തന്നെയാണ്. നമുക്ക് വേണ്ടി പകലന്തിയോളം അടുക്കളയിൽ നിന്ന് കഷ്ടപ്പെടുന്ന ഏതമ്മയുടെ മുഖമാണ് നമ്മൾക്ക് ഇഷ്ടമല്ലാത്തത്? ഈ അമ്മമാരുടെ പ്രാർത്ഥനകളിൽ പലപ്പോഴും മൗനത്തിനപ്പുറത്ത് നൊമ്പരങ്ങളും ഗദ്ഗതങ്ങളുമുണ്ട്. ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെ, വേദന നിറഞ്ഞ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുവാൻ പ്രാർത്ഥനയല്ലാതെ അവർക്ക് മറ്റൊരു ശക്തി ഉണ്ടായിരുന്നില്ല. അങ്ങനെ പ്രാർത്ഥിച്ച് ശക്തി നേടിയവരാണ് നമ്മുടെ അമ്മമാർ. എന്തിനാണ് ദൈവമേ നീ എനിക്ക് ഈ മുള്ളിൻ്റെ കിരീടം അണിയിച്ചു തന്നത് എന്ന് നൊമ്പരപ്പെട്ട് പ്രാർത്ഥിക്കാത്ത അമ്മമാർ വളരെ വളരെ കുറവാണ്. എങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പോലും ദൈവമാണ് എനിക്ക് എല്ലാം നൽകിയത്, എൻ്റെ സഹന ജീവിതത്തിനപ്പുറത്ത് എനിക്ക് വേണ്ടി കുരിശിലേറിയത് ദൈവമാണ്. മനുഷ്യപുത്രൻ്റെ ആ കുരിശിലെ യാഗം, കണ്ണീരുകൊണ്ട് നിൻ്റെ പാദങ്ങൾ ഞാൻ കഴുകാം, എൻ്റെ പാപങ്ങൾ നീ എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അമ്മമാർ. മുൾക്കിരീടമത് എന്തിനു നൽകി? സ്വർഗസ്ഥനായ പിതാവേ. ഈ ഗാനം നമ്മൾ മറന്നിട്ടില്ല. മലയാളികൾക്ക് ഒരിക്കലും മറക്കുവാൻ പറ്റുന്നതല്ല മനോഹരമായ ഈ ഗാനം. 1962 കുഞ്ചാക്കോ സംവിധാനം ചെയ്ത ഭാര്യ എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാർ എഴുതി ദേവരാജൻ മാഷ് ഈണമിട്ട് പി സുശീല പാടിയ ഈ ഗാനം നമ്മൾക്ക് വേണ്ടി ആലപിക്കുന്നത് പ്രശസ്ത യുവഗായിക മെറിൻ. ിരീടമിതെന്തിനു നൽകി
ജീവിതത്തിലെ ദുരന്തങ്ങൾ പലപ്പോഴും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതായിരിക്കില്ല. നമ്മളറിയാതെ, നമ്മൾ ക്ഷണിക്കാതെ, ആഗ്രഹിക്കാതെ കയറി വരുന്ന അതിഥിയെപ്പോലെയാണ് പലപ്പോഴും ദുരന്തങ്ങൾ. പക്ഷേ ഈ ദുരന്തങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് കരുത്ത് ലഭിക്കുന്നു പ്രാർത്ഥനയിലൂടെ, ദൈവാനുഭവത്തിലൂടെ. വിശുദ്ധ ചാവറ പിതാവ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ദർശനം അതാണ്. ദൈവ തിരുമനസ്സാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച ചാവറ പിതാവിൻ്റെ ജീവിതമാണ് അത്ഭുതമായി നമ്മുടെ മുമ്പിലുള്ളത്. ദൈവത്തെ അപ്പ എന്ന് വിളിച്ച ആ ഒരു ആബാ അനുഭവത്തിൻ്റെ തുടർച്ചയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഏത് മുൾക്കിരീടവും നമുക്ക് പൂവിൻ്റെ പുഷ്പകിരീടമായി മാറും എന്ന് നമ്മൾക്കറിയാം. സ്വർഗത്തിൽ നമുക്കായി തമ്പുരാൻ അത് കാത്തുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, ഈ കൊച്ചു ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏതൊരു ദുഃഖവും ദുരിതവും ഇവിടെ തന്നെ അവസാനിക്കുന്നതല്ല എന്നും, മറിച്ച് സ്വർഗത്തിൽ നമുക്ക് തമ്പുരാൻ കാത്തുവച്ചിരിക്കുന്ന സ്വർഗ കിരീടത്തിന് വേണ്ടിയുള്ള യാത്രയുടെ അവസാനമാണതെന്നും തിരിച്ചറിയുവാൻ ഈ എപ്പിസോഡ് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. കാവ്യാമൃതത്തിൻ്റെ ഈ എപ്പിസോഡ് ആസ്വദിച്ച നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. സത്യസൗന്ദര്യ സ്നേഹമാധുര്യം വഴിയുന്ന നിസ്തുല കാവ്യാമൃതം മുഖരാം നമുക്കിനി നമ്മളിൽ തെളിക്കട്ടെ നിർമ്മല ഭാവങ്ങളും നന്മയും ആനന്ദവും നിത്യമീ കാവ്യാമൃതം.